പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശാൽ പ്രിയ സഹോദരങ്ങളെ, നോമ്പിൻ്റെ 12ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് കർത്താവ് തരുന്ന വചനം ഇതാണ്: ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പിയർ 4:19 വചനം. എന്താണ് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത? അതും കർത്താവായ യേശു ക്രിസ്തു വഴിയാണ് നൽകപ്പെടുക. കർത്താവായ യേശു ക്രിസ്തു വഴി നൽകപ്പെട്ട ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സമ്പന്നത എന്ന് പറയുന്നത്, പ്രിയമക്കളെ, അത് നിത്യജീവനാണ്, അഥവാ പരിശുദ്ധാത്മാവാണ്. ഇതാണ് യേശു ക്രിസ്തു വഴി നൽകപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, നിയോഗങ്ങളും വിഷയങ്ങളുമൊക്കെ ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടിയും നിത്യജീവനും വേണ്ടിയും ആയിരിക്കണം. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം കൂട്ടി ചേർക്കപ്പെടും. സർവ്വതും കൂട്ടിച്ചേർക്കപ്പെടും. ഒരു കാര്യം നമ്മൾ അന്വേഷിച്ചാൽ, ദൈവരാജ്യം സമം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതം, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളായിട്ട് നമ്മൾ മാറണം. അതിന് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉണ്ണീശോ സമൃദ്ധമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ പരിശുദ്ധാത്മാവാകുന്ന നിത്യജീവനെ ധാരാളമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.